നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എക്സാലോജിക് CMRL മാസപ്പടി വിവാദത്തിൽ മകൾ വീണ വിജയൻ പ്രതിയാവുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഒഴിയേണ്ടി വരുമെന്ന സ്ഥിതിയിലേക്ക് പിണറായി വിജയൻ എത്തുകയാണ്. പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇഡിക്ക് മുന്നിൽ വീണ വിജയൻ തുടർച്ചയായി ഹാജരായത് പിണറായി വിജയനെയും പാർട്ടി നേതൃത്വത്തെയും വലിയ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. മുൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ലഹരിക്കേസിൽ ജയിലിലായപ്പോൾ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അദ്ദേഹം സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരുന്നു. അന്ന് പാർട്ടി സ്വീകരിച്ച അതേ നിലപാട് പിണറായി വിജയൻ കാര്യത്തിലും ആവർത്തിക്കണമെന്ന വികാരം പാർട്ടിയിലെ ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. സ്വന്തം മകൾ സാമ്പത്തിക കുറ്റകൃത്യത്തിൽ പ്രതിയാവുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് തുടരുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായയെ ദോഷകരമായി ബാധിക്കുമെന്ന് പോളിറ്റ് ബ്യൂറോ ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നു. മാസപ്പടി കേസിൽ നിർണായകമായ നടപടികളിലേക്കാണ് ഇഡി കടക്കുന്നത്. CMRL കമ്പനിയുമായുള്ള സാമ്പത്തിക ഇടപാടിൽ വീണ നൽകിയ മൊഴികളിലെ അവ്യക്തതകൾ ഇഡി ചൊടിപ്പിച്ചിട്ടുണ്ട്. വീണയ്ക്ക് പണം ലഭിച്ച കാലയളവിൽ CMRLന് സർക്കാർ തലത്തിൽ വഴിവിട്ട സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് ഇഡി കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. SFIOയുടെ കണ്ടെത്തലുകളും ഇഡിക്ക് ലഭിച്ച മൊഴികളും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ വീണയെ കൂടുതൽ കുരുക്കിലാക്കുന്നു. അന്വേഷണം പിണറായിയിലേക്കും നീങ്ങാൻ സാധ്യതയുണ്ട്. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികൾ ജയിലിൽ തുടരുന്നതും ആ കേസിൽ ഇഡി കക്ഷി ചേരാൻ തീരുമാനിച്ചതും CPM നേതൃത്വത്തിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത്തരം നീക്കങ്ങൾ ഭാവിയിൽ പാർട്ടിക്കെതിരെയുള്ള കടുത്ത നിയമ നടപടിക്ക് വഴിയൊരുക്കുമെന്ന് നേതൃത്വം കരുതുന്നു. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പാർട്ടി ബ്രാഞ്ച് മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ ഉയർന്ന രൂക്ഷമായ വിമർശനങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെയും പാർട്ടി സെക്രട്ടറിയുടെയും നില പരുങ്ങലിലാക്കിയിട്ടുണ്ട്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറുകയാണെങ്കിൽ പകരം ആ സ്ഥാനത്തേക്ക് KN ബാലഗോപാലിനെ പരിഗണിക്കുമെന്ന സാധ്യത നിലവിൽ നിയമസഭയിൽ CPM അംഗങ്ങളിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ളത് അദ്ദേഹം മാത്രമാണ് എന്നതാണ് ഇതിന് കാരണം. പിണറായി വിജയന്റെ കാര്യത്തിൽ പാർട്ടി കേന്ദ്ര നേതൃത്വം അങ്ങേയറ്റം കടുത്ത നിലപാടിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ സൂചനയാണിത്. ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് PBയിൽ ഇതിനായി വലിയ സമ്മർദ്ദം ചെലുത്തേണ്ടി വന്നേക്കാം. മകൾക്കെതിരായ കേസ് അന്വേഷണം മുറുകുമ്പോൾ പിണറായി വിജയനെ സംരക്ഷിക്കാൻ പാർട്ടിക്ക് ഇനി കഴിയാത്ത സാഹചര്യമാണുള്ളത്. മാസപ്പടി കേസിൽ 2.78 കോടി രൂപയുടെ ഇടപാടാണ് സംബന്ധിച്ച് കൃത്യമായ മറുപടി നൽകാൻ വീണയ്ക്ക് സാധിക്കാത്തത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇഡി ചോദ്യം ചെയ്യൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വീണയുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. പാർട്ടിക്കുള്ളിലെ വിള്ളലുകളും നേതാക്കൾക്കിടയിലെ ഭിന്നതയും ഈ സാഹചര്യത്തിൽ കൂടുതൽ പ്രകടമാകുന്നുണ്ട്. ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് TP രാമകൃഷ്ണൻ മാറാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ പാർട്ടിയിലെ അസ്വസ്ഥതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എന്തു വില കൊടുത്തും മകൾ പ്രതിയായാൽ പിണറായിയെ മാറ്റുക എന്ന അജണ്ടയാകും ഇനി CPM പോളിറ്റ് ബ്യൂറോയിൽ ഉയരുക.